മാഷാ അല്ലാഹ്, നിങ്ങൾ വലിയ ഭാഗ്യവതിയാണ്, നിങ്ങൾ വലിയ ഭാഗ്യവതിയാണ്, നിങ്ങൾ വലിയ ഭാഗ്യവതിയാണ്. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ സ്വർഗവും നരകവും നിങ്ങളെ വീട്ടിലാണ് പെണ്ണേ. നിങ്ങൾക്ക് സ്വർഗം വേണോ നരകം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയോട് പറയുകയാണ്, പെണ്ണേ, അത് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തമാണ് മോളെ. ചോദിക്കും മോളെ, വീട്ടിലുണ്ട് മോളെ, നിന്റെ സ്വർഗവും നരകവും നിങ്ങളെ വീട്ടിലുണ്ട് മോളെ. ലോകത്തിന്റെ നൂറ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ സ്വർഗവും നരകവും വീട്ടിലാണ്, സ്വർഗവും നരകവും വീട്ടിലാണ്. ആ വീട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ആ ഭർത്താവ് സന്തോഷവാനാണോ? അല്ലാഹു നിങ്ങളോട് സന്തോഷിക്കുമെന്നാണ്. ആ ഭർത്താവ് നിങ്ങളോട് പുഞ്ചിരിക്കുന്നുണ്ടോ? അല്ലാഹു നിങ്ങളോട് സന്തോഷവാനാണ്. ആ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളൊരു സന്തോഷത്തിന്റെ രാജകുമാരിയായിട്ട് ഭർത്താവിന്റെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളൊരു ഇണക്കുരുവിയെ പോലെ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന ഉറപ്പാ. നേരെ മറിച്ച് ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് ദേഷ്യമാണോ? ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് പിണക്കമാണോ? ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് വൈരാഗ്യമാണോ? നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണോ നിങ്ങൾ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ചിന്ത? നരകമാണ് മോളെ, നരകമാണ് മോളെ, അത് അപകടമാണ് മോളെ. അഹ്ബതല്ലാഹു അമലഹാ, ആ പെണ്ണിന്റെ ഇബാദത്തുകൾ മുഴുവനോ ഭർത്താവിന്റെ ശാപവാക്ക് കൊണ്ട് അല്ലാഹു പൊളിച്ചു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എങ്ങനെയാണ് നബിയെ ഭാര്യ ഭർത്താവിനെ കൊണ്ട് സ്വർഗം വാങ്ങുന്നത്? എങ്ങനെയാണെന്ന് മനസ്സിലായി. എങ്ങനെയാണ് നബിയെ നരകം വാങ്ങുന്നത്? എങ്ങനെയാണ് നബിയെ നരകം വാങ്ങുന്നത്? എങ്ങനെയാണ്? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭർത്താവിനെ കൊണ്ട് ഒരു പ്രിയപ്പെട്ട ഭാര്യ എങ്ങനെയാണ് നരകം വാങ്ങുന്നതെന്നറിയോ? അല്ലാഹുവേ, ആ സ്വർഗം നഷ്ടപ്പെടും. നരകം വാങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ഭർത്താവ് നിങ്ങളോടൊരു കാര്യം പറയുമ്പോ ഏതൊരു സന്തോഷത്തിന്റെ വാക്കാണ് ഭർത്താവ് നിങ്ങളോട് പറയുന്നതെങ്കിൽ ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നെറ്റി ചുളിക്കുന്ന പെണ്ണാണോ? ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി കമന്റ് അടിക്കുന്ന മോളാണോ? ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി കമന്റ് അടിക്കുന്ന പെണ്ണാണോ? ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചുണ്ടു വളക്കുന്ന പെണ്ണാണോ? ഫഹിയമില്ല സുഖത്തില്ല. ആരംഭ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, അവള് പിന്നെ അല്ലാഹുവിന്റെ കോപത്തിലാണ്, അവര് അമ്പിയാക്കന്മാരുടെ കോപത്തിലാണ്, അവള് മാലാഖമാരുടെ കോപത്തിലാണ്. ഈ ഹദീസുകളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബജീവിതം സ്വർഗത്തിലുള്ള കുടുംബമാവാൻ വേണ്ടിയാണ് പെങ്ങളെ. നമ്മുടെ കുടുംബജീവിതം ഒരു ആനന്ദമുള്ള കുടുംബമാവാൻ വേണ്ടിയാണ്. ഒരു ഐക്യമുള്ള, ഒരു സ്നേഹമുള്ള, ഇമ്പമുള്ള, ഇഷ്ടമുള്ള, സൗഹാർദ്ദമുള്ള, സന്തോഷത്തിന്റെ പൂവുകൾ വരികയുള്ള ഒരു ആനന്ദത്തിലുള്ള പ്രകാശമുള്ള കുടുംബമാവട്ടെ. അങ്ങനത്തെ കുടുംബമാവണമെങ്കിൽ പെങ്ങളെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളോടൊരു പ്രധാനപ്പെട്ട വിഷയം പറയുമ്പോ ആ ഇക്കാണ് നിങ്ങൾ മുഖം ചുളിച്ചുകൊണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് നിവർമെന്റ് ചെയ്ത് കളഞ്ഞ നിങ്ങളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അവൾ അല്ലാഹുവിന്റെ കോപത്തിലാണ്, അവൾ അല്ലാഹുവിന്റെ കോപത്തിലാണ്, അവൾ അല്ലാഹുവിന്റെ കോപത്തിലാണ്. അവരെ മലക്കൂൽ മുഴുവനും വെറുക്കുകയാണ്. ഏതുവരം എന്നറിയോ? ഇലാ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ ഭർത്താവ് നിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് വരെ, ആ ഭർത്താവ് നിന്റെ മുഖത്ത് നോക്കി സന്തോഷിക്കുന്നത് വരെ നീ അല്ലാഹുവിന്റെ കോപത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു